പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ മാൻഹേം നഗരത്തോട് ചുറ്റിത്തിരിഞ്ഞ് നടന്നപ്പോഴാണ് വിശപ്പിന്റെ വിളി വന്നത്. അപ്പോൾ പിന്നെ മുന്നിൽ കണ്ട് ബിഗ് പോം എന്ന കടയിൽ നിന്നും പോമസും മേടിച്ച് അതും കഴിച്ചുകൊണ്ട് അതിലൂടെ ഇതിലൂടെ പോകുന്ന ആൾക്കാരും വായിൽ നോക്കി അങ്ങിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നേ വരെ കണ്ണിപ്പെടാത്തൊരു വഫേരിയ എന്ന കഫേ മുന്നിൽപ്പെട്ടത്. ബെൽജിയത്തിലെ വഫൽസിന്റെ ടേസ്റ്റ് നാവിന് തുമ്പത്തുള്ളതുകൊണ്ടായിരിക്കാം പിന്നെ ഒന്നും നോക്കില്ല, നേരെ കയറി വഫൽസ് കഴിക്കാം. സത്യം പറഞ്ഞാൽ ജർമ്മനി വന്നിട്ട് ഇത്രയും നാളായെങ്കിലും വാഫിൽസ് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ആയിട്ട് ആയിരുന്നില്ല. ബട്ട് ബെൽജിയം ടൂർ കൊണ്ട് ഒരു ഗുണമുണ്ടായി. വാഫിൽസിന്റെ ടേസ്റ്റ് എന്താണെന്ന് സ്പെഷ്യാലിറ്റി എന്താണെന്ന് ഞങ്ങൾ പഠിപ്പിച്ചു തന്നു. ഇന്നേ വരെ മൈൻഡ് ചെയ്യാതിരുന്ന ഒരു സാധനം, ബട്ട് ഇന്നതൊരു ഫേവറേറ്റ് ആയിട്ടാണ്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ ഷോപ്പിൻ്റെ അകത്ത്. അങ്ങനെ മെനു കാർഡിൻ്റെ ഒപ്പം അവരൊരു ഫോം കൂടെ തന്നു. സത്യം പറഞ്ഞാൽ ആദ്യം ഒന്ന് ആശ്ചര്യപ്പെട്ടെങ്കിലും പിന്നെയാണ് കാര്യം മനസ്സിലായത്. ഇത് വാഫിൾസിൻ്റെ പേര് കേട്ട ഷോപ്പ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആഡിങ്സും ടോപ്പിംഗ്സും ഫ്രൂട്ട്സും ഫില്ലിങ്സും എല്ലാം സെലക്ട് ചെയ്യുക എന്നതാണ് ഈ ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. അങ്ങനെ മെനു കാർഡ് നോക്കി പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ ബ്ലിങ്കസി അടിച്ച് മുഖത്തോടെ മുഖം നോക്കി ഞങ്ങളിരുന്നപ്പോഴാണ് ലോട്ടറി അടിച്ച പോലെ ദാണ്ട കിടക്കണു. ഫോം ഫില്ല് ചെയ്യാൻ തന്ന പേനയിൽ അവരുടെ ഇൻസ്റ്റ ID. മോനെ മനസ്സിൽ ലഡ് പൊടി. അങ്ങനെ ഇൻസ്റ്റയിൽ കയറി തെരഞ്ഞ് ഏകദേശം ഒരു ഐഡിയയും കിട്ടി. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് കാരമൽ ടോപ്പിംഗ്സും ബനാന ആൻഡ് പൈനാപ്പിൾ ഫില്ലിങ്സും ചോക്ലേറ്റ് ബോഡിയും കൊക്കോസ് റാസ്പിലും എല്ലാം കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ്. നല്ലൊരു ഹോട്ട് ആൻഡ് സോഫ്റ്റ് വാഫിൾസ് അടിപൊളിയായിരുന്നു കേട്ടോ. പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഹോട്ട് വാഫിൾസിന് ടേസ്റ്റും കൂടും. ആരുടെയെങ്കിലും ബർത്ത്ഡേയോ മറ്റെന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ ഗ്രീറ്റിംഗ്സ് എല്ലാം എഴുതിയിട്ടാണ് അവർ വാഫിൾസ് സെർവ് ചെയ്യുന്നത്. ഇനി പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ആരുടെ പേരിലാണ് അത് ഓർഡർ ചെയ്യുന്നത് അത് അവർ വാഫിൾസിൽ എഴുതി സെർവ് ചെയ്യുന്നതാണ്. ഈ വാഫിൾസ് കാണുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് അത് കഴിക്കുമ്പോഴും, അതുപോലെ തന്നെ നല്ല ജ്യൂസിയുമാണ്. എന്താ പറയുക, ഇപ്പോൾ നല്ലൊരു സോഫ്റ്റ് ജ്യൂസി ഹോട്ട് കോംബോ. അതുപോലെ തന്നെ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല സൂപ്പർ എന്ന് തന്നെ പറയാം, അടിപൊളി. ഇത് കഴിക്കാനായിട്ടാണോ ബെൽജിയം വരെ പോയതെന്ന് ഇപ്പോൾ തോന്നുന്നു. ഇത്രയും അടുത്ത് ഇത്രയും നല്ല വാഫിൾസ് ഉണ്ടായിട്ട് ബെൽജിയത്തിൽ പോയി ഞങ്ങൾ വാഫിൾസ് കഴിക്കാനായിട്ട്. പക്ഷേ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബെൽജിയത്തിൽ കഴിച്ച വാഫിൾസിനേക്കാളും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. എന്തായാലും വെറുതെ കയറിയതാണെങ്കിലും അത് വെറുത്തായെന്ന് തന്നെ പറയാം. എന്തായാലും നല്ല മഴയുള്ളപ്പോൾ ഒരു കട്ടൻ ചായയും ഒരു പരിപാടിയൊക്കെ കഴിക്കുന്ന സുഖമല്ലേ, ആ ഒരു ഫീലിന് തന്നെ പറയാം. ഈ തണുപ്പ്, നല്ല തണുപ്പുള്ള ക്ലൈമറ്റിൽ ഈ ചൂടുള്ള വാഫിൾസ് കഴിക്കുമ്പോൾ ഇതൊരെണ്ണം ഓർഡർ ചെയ്താൽ തന്നെ 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ കേട്ടോ. നല്ല മധുരം ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് മട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഞങ്ങൾക്ക് 2 പേർക്ക് ഇതൊരെണ്ണം തന്നെ ഇനഫായിരുന്നു. ഏകദേശം 11 യൂറോയാണ് ഈ വാഫിൾസിൻ്റെ റേറ്റ് വരുന്നത്. അങ്ങനെ വാഫിൾസ് ഒക്കെ കഴിച്ച് ഹാപ്പിയായി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എന്തായാലും ഞങ്ങളെപ്പോലെ വെറുതെ ഉലാത്താൻ വേണ്ടി മാൻഹൈമിൽ വരുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.